ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 6-ാം ഇപ്രകാരം പറയുന്നു: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. ഈ ഒരു വചനം കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ നമ്മെ പഠിപ്പിച്ചതാണ്. ഇവിടെ ദൈവത്തോടുള്ള സ്വകാര്യ ബന്ധത്തിൻ്റെ ഒരു രഹസ്യമാണ് വെളിപ്പെടുന്നത്. നാം ദൈവത്തോട് എപ്പോഴും സ്വകാര്യമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമുണ്ടാകണമെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാകുകയാണ് ദൈവമക്കളെ. വചനത്തിൻ്റെ ആത്മാർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്: അറയിൽ കടന്ന് വാതിലടച്ച് അന്തരംഗത്തിൽ പ്രവേശിക്കുക. ഇവിടെ യേശു പഠിപ്പിക്കുന്നത് ഒരു ഭൗതിക അറയെ കുറിച്ചല്ല. നമ്മളിത് കേൾക്കുമ്പോൾ മിക്കവാറും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ റൂമിനകത്ത് നമ്മൾ പോയിരുന്ന് പ്രാർത്ഥിക്കണം, റൂമിനകത്തുള്ള കതകൊക്കെ അടച്ച് നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എന്നാൽ അതിലും വലിയൊരു കാര്യത്തിലാണ് ദൈവം ഇവിടെ നമ്മളോട് ഇടപെടുന്നത്. അത് ഹൃദയത്തിൻ്റെ അറയിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആളുകളുടെ പ്രശംസയ്ക്കായി പറയുന്ന വാക്കുകളല്ല, ദൈവത്തോടുള്ള നിജസ്ഥിതി, കണ്ണീര്, തകർച്ച എല്ലാം തുറന്നു പറയുന്ന ഒരു സമയമാണിത്. നമ്മുടെ കർത്താവിനോട് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വേദനകൾ, ദുഃഖങ്ങളൊക്കെയും നമ്മൾ പറയണം. പ്രാർത്ഥനയാൽ ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ ആ ഹൃദയത്തെ പ്യൂരിഫൈ ചെയ്തെടുക്കുകയാണ്. ഹൃദയത്തിനകത്തുള്ള സകല ഭാരങ്ങളും കർത്താവിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ. രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട്. ആമേൻ. ദൈവമേ എന്നല്ല, നമ്മുടെ പിതാവ്, പിതാവിനോടുള്ള ഒരു അടുപ്പമാണ് അവിടെ കാണിക്കുന്നത്. ആ പിതാവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയും. ഒരു കുഞ്ഞമ്മയോട് അച്ഛനോട് സംസാരിക്കുന്നത് പോലെ അത്രയ്ക്കും സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്തു യേശുവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ദൂരത്ത് നിന്ന് നോക്കുന്ന ഒരു നീതിപതി മാത്രമല്ല, നമ്മുടെ വേദനകളെ കേൾക്കുന്ന നമ്മുടെ പിതാവാണ്. രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ്, ദൈവത്തിൻ്റെ ദർശനം. മനുഷ്യൻ കാണാത്തതാണ് ദൈവം കാണുന്നുണ്ട്, മനുഷ്യർ അറിയാത്തത് ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ ഒറ്റപ്പെടലുകളിൽ, നമ്മുടെ പ്രാർത്ഥനയിലെ കണ്ണുനീരിൽ, ആരും അറിയാതെ പോയ പോരാട്ടങ്ങളും നമ്മുടെ മൗനത്തിലുള്ള നിലവിളികളും ഇതൊക്കെയും ദൈവത്തിൻ്റെ കണ്ണിൽ വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വചനത്തിൽ പറയുന്നു, നിനക്ക് പ്രതിഫലം തരും. ദൈവത്തിൻ്റെ മറുപടി, പ്രതിഫലം എപ്പോഴും പണം തന്നെ ആകണമെന്നില്ല. നാം ചിന്തിക്കുന്നത് പണം കൊണ്ട് ദൈവം നമ്മൾക്ക് മറുപടി തരുമെന്നാണ്. എന്നാൽ പലപ്പോഴും പണം കൊണ്ട് മാത്രമല്ല, മനസ്സിൽ സമാധാനവും പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലും ആത്മീയ വളർച്ചയും ദൈവസന്നിധിയിലെ ആഴമുള്ള അനുഭവങ്ങളും പൊതുവിൽ തെളിയുന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളും രഹസ്യത്തിൽ വിതച്ച പ്രാർത്ഥനയ്ക്ക് തുറന്ന ഫലം തരുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ലോകം എപ്പോഴും ശബ്ദം ഇഷ്ടപ്പെടുന്നു, ദൈവം നിശബ്ദത ഇഷ്ടപ്പെടുന്നു. ലോകം കയ്യടി കൊടുക്കും, പക്ഷേ ദൈവം പ്രതിഫലം തരും. ആമേൻ. ആരുടെയും കയ്യടികൾക്കല്ല നമ്മൾ ഇന്ന് ചെവി ചായ്ക്കേണ്ടുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ, ഹൃദയത്തിൻ്റെ അറകളെ തുറന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ദൈവത്തിലേക്ക് ചെല്ലട്ടെ. ഇന്ന് നമുക്കായി ചോദിക്കാം, ഞാൻ ആളുകൾക്കായി പ്രാർത്ഥിക്കുകയാണോ? ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ പിതാവിനോട് നമ്മൾ സംസാരിക്കുകയാണോ? ഹല്ലേലൂയ. ആളുകളുടെ വിഷയങ്ങളൊക്കെയും നാം ദൈവത്തോട് നമ്മൾ സംസാരിച്ച് പറയണം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഒരുപാട് എനിക്ക് മനസ്സിനകത്ത് നല്ല വിഷമമുണ്ട്. ഒന്ന് വിദേശത്തായിരിക്കുന്ന നമ്മുടെ ജനങ്ങളുണ്ട്. ആമേൻ. സ്തോത്ര. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെയും ലൈവിലൂടെ ഒക്കെ കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെയൊക്കെയും ദൈവത്തോടുള്ള പ്രാർത്ഥന, ഹല്ലേലൂയ. സ്തോത്രം, ദൈവത്തോടുള്ള സംസാരം, നമ്മുടെ ഹൃദയത്തിൻ്റെ ആ വേദനകളൊക്കെയും ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ കർത്താവിൽ എപ്പോഴും നമ്മൾ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ്റെ ആശ്രയത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഹല്ലേലൂയ.